ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ലോഷ്യസ് കിച്ചൺ. ഇന്ന് നമ്മൾ പാവയ്ക്ക വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. പൊതുവേ പാവയ്ക്ക എന്ന് പറയുമ്പോൾ കുറച്ച് കയ്പ്പായതുകൊണ്ട് ചെറിയ കുട്ടികൾ തൊട്ടിട്ട് വലിയ ആൾക്കാർ വരെ മിക്കപ്പോഴും അത് വേണ്ടാന്ന് പറഞ്ഞ് ഒഴിവാക്കാറാണ് ചെയ്യാറ്. എന്നാൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തു നോക്കണേ. ഒട്ടും കയ്പ്പില്ലാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പാവയ്ക്ക ഫ്രൈ ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഒരു പാനിൽ അല്പം ഓയിൽ ഒഴിച്ചിട്ട് അത് നന്നായിട്ട് ചൂടാകുമ്പോൾ പാവയ്ക്ക ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കുക. ഒട്ടും വെള്ളമില്ലാതെ വേണം കേട്ടോ നമ്മൾ ഈ പാവയ്ക്ക ഈ ഓയിലോട്ട് ഇട്ട് കൊടുക്കാൻ. പിന്നെ അതിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ആദ്യം നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്ത ശേഷം പിന്നെ ഇത് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഒട്ടും കയ്പ്പില്ലാത്തത്. ഇതിൻ്റെ കളറൊക്കെ മാറിക്കഴിഞ്ഞാൽ നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. ഇതുപോലൊരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോഴാണ് നമ്മൾ കോരിയെടുക്കേണ്ടത്. പിന്നെ നമ്മൾ ഇതിൽ മിച്ചം വരുന്ന ഓയിൽ തന്നെയാണ് ബാക്കി ഫ്രൈ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നത്. എക്സ്ട്രാ ഓയിലൊന്നും ചേർക്കുന്നില്ല. ചൂടായ എണ്ണയിലോട്ട് കുറച്ച് കടുക്, ഉലുവ, നല്ല ജീരകം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ശേഷം നമ്മൾ അതിലോട്ട് ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലോട്ട് ഒരു നുള്ളു കായപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഒരു കളറ് മാറിയ ശേഷം അതിലോട്ട് അരിഞ്ഞു വെച്ച 2 സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സവാളയിലോട്ട് അല്പം ഉപ്പ് ചേർത്തിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നവരെ നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ശേഷം അതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടെല്ലാം ഫ്രൈ ആക്കിയെടുക്കാം. 2 തക്കാളി ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുത്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കാവുന്നവരെ നല്ലോണം മിക്സ് ചെയ്തിട്ടൊന്ന് വേവിച്ചെടുക്കാം. ശേഷം നമ്മൾ അതേ മിക്സിയുടെ ജാറിൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കഴുകിയിട്ട് ഇതിലൊഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ശേഷം നമുക്ക് അതിലോട്ട് മസാലകൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് മസാലയുടെ ഒക്കെ ഒരു പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മസാലയൊക്കെ നന്നായിട്ട് കുക്കായി കഴിഞ്ഞാൽ ഇതുപോലെ എണ്ണ തെളിഞ്ഞു വരും. നമ്മൾ ആ സമയത്ത് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പാവയ്ക്ക ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മസാലയൊക്കെ പാവയ്ക്കയിൽ നന്നായിട്ട് പിടിക്കുന്നവരെ ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ശേഷം നമ്മൾ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞത് കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ഇതെല്ലാം കൂടെ ഒരു 15 മിനിറ്റ് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കാം. 15 മിനിറ്റിന് ശേഷം നമുക്ക് മൂടി തുറന്നു നോക്കാം. അപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് പിരിഞ്ഞ് പാവയ്ക്കൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പാവയ്ക്ക ഫ്രൈ റെഡി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്